morning friends, welcome back to India Goes Electric by Maruti Suzuki with Vitara. ഓക്കെ, നമ്മളുടെ ജേർണി നോയിഡ ടു കന്യാകുമാരി പ്രൊസീഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി 2700 കിലോമീറ്റേഴ്സ് ഓടിപ്പിച്ച് കഴിഞ്ഞു ഫ്രണ്ട്സ്. ഇന്നലെ നമ്മൾ ചെന്നൈയിലായിരുന്നു. അവിടെ നമ്മൾ എഗ്മോർ മ്യൂസിയം, MGR മെമ്മോറിയൽ, പിന്നെ അതേപോലെ അവിടെ നിന്ന് നമ്മൾ മരീന ബീച്ചൊക്കെ കറങ്ങിക്കൊണ്ട് നിന്ന് പിന്നെ അവിടെ നമ്മൾ ബാംഗ്ലൂരിലോട്ട് സ്റ്റാർട്ടായി. നമ്മളിപ്പോൾ നിന്ന് സെൻറ്ററിൽ നമ്മൾ കാഞ്ചിപ്പുറത്ത് നിർത്തി. കാഞ്ചിപ്പുറം ഇസ് ഫേമസ് ഫോർ സിൽക്ക് സാരീസ് ആൻഡ് ടെമ്പിൾസ്. ഓക്കെ, അവിടെ നമ്മൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ നമ്മൾ വേലൂർ ഫോർട്ടിലോട്ട് വന്നു. ഇപ്പോൾ നമ്മളുള്ളത് വേലൂർ ഫോർട്ടിലാണ്. ഇവിടെ നമ്മളിനി എക്സ്പ്ലോർ ചെയ്യും. ഇനിയും ഇവിടെ എന്തൊക്കെയുണ്ട് എക്സ്പ്ലോർ ചെയ്ത് അതിനെപ്പറ്റി ഞാൻ നമുക്ക് മുമ്പിൽ പറയാം. ഓക്കെ, ഇപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് കഴിഞ്ഞാൽ ഈ സിറ്റി ട്രാഫിക്കിൽ ഇത്രയും കൊച്ചു റോഡിൻ്റെ ഇടയിൽ ഈ വണ്ടിയും കൊണ്ട് ഞാൻ ഓടിപ്പിക്കുമ്പോൾ എന്താ ഒരു സുഖം ഫ്രണ്ട്സ്. അതിൻ്റെ ഒരു ഈസി ട്രാൻസിഷൻ, അത് പിക്കപ്പിന് വേണ്ടി നല്ല സുഖമാണ്. ഇരുന്നിട്ട് ഞാൻ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഓടിപ്പിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് പോകാൻ എനിക്കൊരു ഹെക്ടിക്കായിട്ട് തോന്നുന്നില്ല ട്രാഫിക്കിൽ ഓടിക്കുമ്പോൾ. അത് നല്ല രസമായിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ചിലപ്പോൾ വിഷ്വൽസ് കാണാം അതിൻ്റെ ഒക്കെ ഇങ്ങനെ ഓടിപ്പിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ ഹൈവേയുടെ വിഷ്വൽസിനെ പറ്റി പറയുക വേണ്ട, അതിൻ്റെ സുഖമായത് ഇത് രണ്ടും ഒക്കെയാണ്. ഇപ്പോൾ എൻ്റെ തിരിച്ചു പോയിട്ട് എൻ്റെ വണ്ടിനെ ഞാൻ എങ്ങനെ ഓടിക്കും എന്നാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഫ്രണ്ട്സ്. ഇത് ഒരു സെറ്റപ്പ് വെച്ച് ഈ വണ്ടിനെ ഒരു വണ്ടിയായിട്ട് ഞാൻ ആഡ് ചെയ്യണം എന്നാണ് എൻ്റെ ഡിസിഷൻ. ഇപ്പോൾ നമുക്ക് കാണാം. നമ്മളിപ്പോൾ ബാംഗ്ലൂരിലോട്ട് പ്രൊസീഡ് ആവുന്നു. ലെറ്റ്സ് സീ ഇറ്റ്. നമ്മുടെ മാരുതി വിട്ടാര രണ്ട് ഓപ്ഷനിലാണ് റിലീസ് ആവുന്നത് കേട്ടോ. അത് 49 കിലോ വാട്ട്സും 61 കിലോ വാട്ട്സിലാണ് ഓപ്ഷൻ അത് റിലീസ് ആവുന്നത്. ആ രണ്ട് ഓപ്ഷൻസും നമ്മുടെ DC ഫാസ്റ്റ് ചാർജിങ് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് DC ഫാസ്റ്റ് ചാർജിങ്ങിൽ എന്താ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഭയങ്കര ക്വിക്കായിട്ട് ചാർജ് ആവും. നമ്മുടെ വീട്ടിൽ വെച്ച് AC ചാർജിങ് വെച്ച് ചെയ്യുമ്പോൾ ഉള്ള ഡിലേ അതിൽ കാണത്തില്ല. 2-3 മണിക്കൂർ ഇത് പിടിക്കും. ഇത് അങ്ങനെയല്ല. ഇത് നമുക്ക് DC ചാർജർ നമ്മൾ കണക്ട് ചെയ്താൽ ഈ രണ്ട് മോഡലും നമുക്കതൊരു 45 മിനിറ്റ് തൊട്ട് 50 മിനിറ്റിൽ 10 to 80% അത് ചാർജ് അത് കംപ്ലീറ്റ് ആവും. അത് നമ്മളിപ്പോൾ ലോങ് വേയിലൊക്കെ പോകുമ്പോൾ അത് ഒരു 45 മിനിറ്റ്, ഒരു മണിക്കൂർ എന്താ പറഞ്ഞാൽ നമ്മളൊരു ബ്രേക്ക് എടുത്ത് ഒരു ലഞ്ച് ചെയ്ത് വരുന്ന നേരത്തെ ഉള്ളൂ. നമ്മളെ വണ്ടി ചാർജിങ്ങിന് വെച്ചു, ലഞ്ച് ചെയ്ത് തിരിച്ചു വയ്ക്കുമ്പോഴേക്കും നമ്മുടെ വണ്ടി റെഡിയാണ്. അപ്പോൾ നമുക്ക് അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ലോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 80% ചാർജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു റേഞ്ച് നമ്മൾ നല്ല രസമായിട്ട് ഒരു 400 കിലോമീറ്റർ നമ്മൾ ആറാമായിട്ട് പോകാൻ പറ്റും ബ്രേക്കൊന്നും ഇല്ലാതെ. ഇനി പറഞ്ഞാൽ ഇതിൽ ഒബ്സർവ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ 80% ആയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ചാർജിങ്ങിൻ്റെ സ്പീഡ് ഒന്ന് സ്ലോ ഡൗൺ ആവും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആ ക്വിക്ക് ചാർജിങ് ചെയ്യുമ്പോൾ ഫുൾ ഹീറ്റായിട്ട് നമ്മുടെ അത് ചാർജിങ്ങിൽ അതിന് ചെയ്യാൻ നേരത്തെ ആ ബാറ്ററിക്ക് ഫുൾ ഹീറ്റ് ആവും. അത് ആ ഹീറ്റ് അതിനെ എഫക്റ്റ് ആവാതിരിക്കാൻ, ബാറ്ററി ലൈഫ് എഫക്റ്റ് ആവാതിരിക്കാൻ വേണ്ടി അതിനെ മെല്ലെ സ്ലോ ഔട്ട് ചെയ്യും. ആ 100% ഡിലേ നമുക്ക് 100% അല്ല, ബാക്കിയുള്ള 20% ഇത്തിരി ലോങ് ആയിട്ട് പിടിക്കും നമുക്ക് ചാർജായി കിട്ടാം ഫ്രണ്ട്സ്. അത്രേ ഉള്ളൂ. ഇനി എൻ്റെ കൂടെ നിൽക്ക്, നമുക്ക് നാളെ ബാംഗ്ലൂരിലൊക്കെ കറങ്ങാൻ നേരത്തിന് ഞാൻ ബാക്കിയെല്ലാം പറയാം. ബൈ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇന്ത്യ ഗോസ് ഇലക്ട്രിക് ബൈ മാരുതി സുസുക്കി വിത്ത് വിട്ടാര. നമ്മളിപ്പോൾ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. നമ്മുടെ വണ്ടീനെ നമ്മൾ ചാർജിങ്ങിന് കുത്തി ഒരു 45 മിനിറ്റ് ചാർജിങ് പിടിക്കുന്നു പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഡിന്നർ കഴിക്കാൻ വന്നു. നമ്മൾ വന്നിരിക്കുന്നത് ഡൊണ്ണ ബിരിയാണിയിലാണ്. ഇവിടുത്തെ ഫേമസ് ബിരിയാണി. അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് നമുക്ക് രാത്രി റെസ്റ്റ് എടുത്തിട്ട് നാളെ നമുക്ക് ബാംഗ്ലൂർ മൊത്തം എക്സ്പ്ലോർ ചെയ്യാം ഫ്രണ്ട്സ്. ലെറ്റ്സ് ഗോ.